ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാം. ഇത് ഞാനുണ്ടാക്കുന്ന സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇത്രയും ഒരു 4 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്. നാടൻ ഇഞ്ചിയാണ് ഏറ്റവും നല്ലത്, നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. ഈസി ആയിട്ട്, കത്തിയേക്കാട്ടിലും ഈസി ആയിട്ട്. പീലറൊന്നും ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മുടെ നോർമൽ സ്പൂൺ വെച്ചിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അറിയാത്തവർ ഇനി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ ഇഞ്ചി നമുക്ക് സ്കിന്ന് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഈസി അല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഇഞ്ചിയും സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ചോപ്പ് ചെയ്ത് ഇട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ പുളിഞ്ചിലിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ തുടങ്ങി 1 സ്പൂൺ വരെ ചേർക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പച്ചമുളക് നമ്മളിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറുത്ത പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പുളിഞ്ചിലേക്കൊക്കെ നമ്മൾ കറുത്ത നിറത്തിലുള്ള പുളിയാണെങ്കിൽ പുളിഞ്ചി കാണാൻ നല്ല ഭംഗിയായിരിക്കും. കറുത്തതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാരണ നോർമൽ പുളി ഏതാണെങ്കിലും യൂസ് ചെയ്യാം. ഇത് അമ്മ എനിക്ക് നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഈ പുളി എടുത്തോന്ന് മാത്രം. അപ്പോൾ നമ്മുടെ പുളിഞ്ചി കാണാനായിട്ട് നല്ല ഇതായിരിക്കും. പുളിഞ്ചി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. നമ്മുടെ കയ്യിൽ സാധാരണ നോർമൽ പുളിയുള്ളത് അത് തന്നെ ചേർത്താൽ മതിയാവും നിങ്ങൾ. പിന്നെ ഇപ്പോൾ ഇതാ എൻ്റെ ചോപ്പറിൽ ഞാൻ ഇഞ്ചി നല്ലോണം നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചോപ്പർ ഇല്ലെങ്കിൽ സാധാരണയില്ല, കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നല്ല നൈസായിട്ട് കനം കുറച്ച് കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ നമ്മൾ ഉപ്പ് വേണം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. പുളി അപ്പം നമ്മൾ നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്. പിന്നെ ഞാൻ 2 അച്ച് ശർക്കരയാണ് ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് എടുക്കുന്നത്. ശർക്കരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ ശർക്കര ചേർക്കാം. എന്നാലും എനിക്ക് തോന്നുന്നു ഈ അളവിന് 2 to 2.5 ശർക്കര ചേർത്താൽ മതിയാവും. 2.5 അച്ച് വരെ ചേർത്താൽ മതിയാവും. ഇവിടെ ഒരുപാട് മധുരം ഇതല്ല, അതുകൊണ്ട് ഈ മധുരം പാകമാണ്. 2 അച്ചാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ പുളിയൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇഞ്ചിയും കൂടെ ഇതിൽ ഫ്രൈ ആയിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് കൂടെ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. മൺചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ചൂടാവാനൊരു താമസമുള്ളൂ. അത് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടാവും. അപ്പോൾ പെട്ടെന്ന് കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയിലൊന്ന് സ്റ്റവ് ഓഫാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങളാണെങ്കിലും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. കരിഞ്ഞ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഏത് കറിയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പുളിഞ്ചിയുടെ ആ ഫ്ലേവർ ഒന്നും കിട്ടില്ല. ഇപ്പം നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇഞ്ചി നല്ല ചോക്ക വറുത്തെടുക്കണം. നല്ലോണം വറുത്തെടുക്കണം.
വറുത്ത് വരുമ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഈ ഇഞ്ചി നല്ലോണം കുറയും. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി തോന്നും, എന്നാലും നല്ലോണം കുറയും. ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയിലേക്ക് ആവശ്യത്തിനുള്ള. അപ്പോൾ നമ്മുടെ ഇഞ്ചി നല്ല ചോക്ക വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ടത്. പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറണം. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് പച്ചമണമൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളി നമ്മൾ നല്ലപോലെ അതിൻ്റെ പൾപ്പൊക്കെ പിഴിഞ്ഞെടുത്ത് നല്ല അരിച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, എന്നാലും ഇപ്പോൾ നമ്മളിപ്പോൾ പുളി ചേർത്തല്ലോ, അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളൊരു 10-12 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. കാരണം ഈ ഇഞ്ചി ഈ പുളിയിൽ കിടന്നിട്ട് പുളിയും വേവണം, ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ പുളിയിലേക്ക് ഇറങ്ങണം. പുളി വെന്ത് പുളിയുടെ പച്ചമണം എല്ലാം മാറണം. നല്ല തിളച്ച് പുളിയൊക്കെ വെന്ത് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മാത്രം, ലാസ്റ്റ് സ്റ്റേജ് ആവണതിന് മുമ്പ് മാത്രം നമുക്ക് ശർക്കര ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തിളച്ച് അതിൻ്റെ പരുവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇവിടെ കിട്ടുന്ന ശർക്കര തീരെ കല്ലില്ലാത്ത ശർക്കരയാണ്. അപ്പോൾ ഇത് നമ്മളൊരു കുറഞ്ഞ ക്വാണ്ടിറ്റി അല്ലേ ചേർക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പാനിയൊന്നും ആക്കിയില്ല. പക്ഷെ നാട്ടിലാണെങ്കിൽ നമ്മൾ കിട്ടുന്ന ശർക്കര നിങ്ങൾ പാനിയാക്കി അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇവിടെ ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാറ്. പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും കല്ലുണ്ടാവാറില്ല. ഇവിടെ നല്ല ശർക്കരയാണ് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ശർക്കര നിങ്ങൾ പാനിയാക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ പുളിഞ്ചി കുറുകി കിട്ടും. പിന്നെ ഈ ശർക്കരയുടെ അളവും ഇതിൽ ചേർക്കുന്ന പുളിയുടെ അളവായാലും എരിവിൻ്റെ അളവാണെങ്കിലും എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ക്രമീകരിക്കുക. ശർക്കര ഈ അളവിന് ഒരു 2.5 അച്ച് വരെ മാക്സിമം ചേർത്താൽ മതി. കാരണം ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ ആ പുളിഞ്ചിയുടെ ടേസ്റ്റ് തന്നെ പോയിപ്പോവും. ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പുളിഞ്ചി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ റെഡിയാവും. കാരണം ഇത് ചട്ടിയിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അതും കൂടെ നമ്മൾ കണ്ടിട്ട് വേണം ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം ഡിസൈഡ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പുളിഞ്ചിയുടെ ഉപ്പുമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പും എരിവും മധുരവും എല്ലാം പാകത്തിനാണ്. ഈ സ്റ്റേജിൽ നമുക്ക് മധുരം കുറവാണോ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എല്ലാം പാകത്തിനുണ്ട്. അങ്ങനെ നമ്മുടെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ ഇത്രയും മതിയാവും. ഓഫ് ചെയ്യാം. പിന്നെ ഇത് ഈ മൺചട്ടിയിൽ തന്നെ ഇങ്ങനെ സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഒരിക്കലും ആക്കി വെക്കരുത്. ഒന്നില്ലെങ്കിൽ ഭരണിയിലോ അല്ലെങ്കിൽ പൊട്ടുന്ന കുപ്പികളിലോ ആക്കി വയ്ക്കാം. പിന്നെ ഈ പുളിഞ്ചി കുറേ കാലം കേടുകൂടാതിരിക്കും. നമ്മൾ നനവുള്ള സ്പൂണൊന്നും ഇട്ട് ഇളക്കാതിരുന്നാൽ മതി. അങ്ങനെ നല്ല വളരെ ടേസ്റ്റിയും നല്ല പുളിയും എരിവും ആവശ്യത്തിന് മധുരവും ഒക്കെ ഉള്ള പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ റെസിപ്പിയൊക്കെ ഇടാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.